കുറച്ച് കുട്ടികൾ റിക്വസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു നയൻത്തിൻ്റെയും കൂടി ക്ലാസ് സ്റ്റാർട്ട് ചെയ്യണമെന്നുള്ള കാര്യം. അപ്പം നമ്മൾ ഇന്ന് സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. ഫസ്റ്റ് ബയോളജീൻ്റെ ആണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. ബയോളജി അഥവാ ജീവശാസ്ത്രം. ഒന്നാമത്തെ യൂണിറ്റാണ് ജീവൽ പ്രക്രിയകളിലേക്ക് എന്ന് പറയുന്ന പാഠം. അപ്പോൾ എല്ലാവരും ലൈക്കും സബ്സ്ക്രൈബും ഷെയറും കമൻറ്റും ചെയ്യുക കേട്ടോ. അപ്പം നമ്മുടെ ജീവൻ ഉണ്ടാവേണ്ടിയിട്ടുള്ള ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള നിർമ്മാണ ഘടകങ്ങളാണ് എന്തൊക്കെ? കാർബോഹൈഡ്രേറ്റ്, പ്രോട്ടീൻ, ലിപ്പിഡ്, ന്യൂക്ലിക് ആസിഡ് എന്നിവയൊക്കെ നിങ്ങൾ 8th സ്റ്റാൻഡേർഡ് പഠിച്ചിട്ടുണ്ടാവും. ഇതിനൊക്കെ പറ്റിയിട്ട് ജീവൻ എങ്ങനെയാണ് ഉണ്ടായത് എന്നുള്ള പറഞ്ഞത്. അതിൽ നിങ്ങൾ കേട്ട സുപരിചിതമായിട്ടുള്ള ആൾക്കാരെയാണ് ഞാനിപ്പോൾ പറഞ്ഞു തന്നത്. ഓക്കെ, ഇവയെ നമ്മൾ പൊതുവായിട്ട് വിളിക്കുന്നതാണ് ബയോമോളിക്യൂളുകൾ എന്ന്. അപ്പോൾ ബയോമോളിക്യൂളുകളെ നമുക്ക് 4ആയിട്ട് തിരിക്കാം. കാർബോഹൈഡ്രേറ്റ്, ലിപ്പിഡ്, പ്രോട്ടീന്, ന്യൂക്ലിക് ആസിഡ്. ഇവയ്ക്കൊക്കെ എക്സാമ്പിൾസും ഉണ്ട്. കാർബോഹൈഡ്രേറ്റുകളുടെ എക്സാമ്പിളാണ് ഗ്ലൂക്കോസ്, ഫ്രാക്ടോസ്, സൂക്രോസ്, അന്നജം, സെല്ലുലോസ് തുടങ്ങിയവ. ലിപ്പിഡുകൾക്കും എക്സാമ്പിൾസ് ഉണ്ട്. കൊഴുപ്പുകൾ, എണ്ണകൾ തുടങ്ങിയവ. അത് കഴിഞ്ഞിട്ട് പ്രോട്ടീനുകളുടെ അതിൻ്റെ എക്സാമ്പിൾസാണ് എൻസൈമുകൾ, ഹോർമോണുകൾ, ആൻറ്റിബോഡികൾ തുടങ്ങിയവ. അത് കഴിഞ്ഞ് ന്യൂക്ലിക് ആസിഡ്, അതെന്തൊക്കെയാണ്? DNA, RNA തുടങ്ങിയവയാണ്. അപ്പോൾ നമുക്കിതിനെ പറ്റിയിട്ട് കുറച്ചും കൂടി അടിപൊളിയായിട്ട് പഠിക്കാനുണ്ട്. അടുത്ത വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ് മെറ്റാബോളിസം എന്ന് പറഞ്ഞാൽ. മെറ്റാബോളിസം എന്ന് പറഞ്ഞാൽ അത് ബയോമോളിക്യൂളുകൾ മറ്റനവധി രാസഘടകങ്ങളും ചേർന്ന് നടത്തുന്ന പ്രവർത്തനങ്ങളിലൂടെ ആണ് നമുക്ക് ജീവലക്ഷണങ്ങൾ, ജീവനുള്ളതായിട്ടുള്ള ലക്ഷണങ്ങൾ നമുക്ക് മനസ്സിലാവുക. ഒരു ജീവിയിൽ അത്തരം രാസപ്രവർത്തനങ്ങളാണ് ഒന്നാകെ മെറ്റബോളിസം എന്ന് പറയുന്നത്. അപ്പോൾ എന്താണ് മെറ്റബോളിസം? പഠിച്ചു വെച്ചോ. അടുത്തതാണ് നമ്മളിപ്പോൾ പഠിച്ച മെറ്റാബോളിസം. അതിനെ നമുക്ക് 2ആയിട്ട് തരംതിരിക്കാം: അനാബോളിസവും കറ്റാബോളിസം. അപ്പോൾ അനാബോളിസം എന്ന് വെച്ചാൽ എന്താ? തന്മാത്രകളെ, മോളിക്യൂൾസിനെ ഇങ്ങനെ കൂട്ടിച്ചേർക്കുന്നതാണ്. എന്താണ്? തന്മാത്രകളെ കൂട്ടിച്ചേർക്കുക, അനബോളിസം. കറ്റാബോളിസം എന്ന് വെച്ചാൽ തന്മാത്രകളെ വിഘടിപ്പിക്കുന്നു. അനബോളിസം കൂട്ടിച്ചേർക്കുന്നു, കറ്റാബോളിസം വിഘടിപ്പിക്കുന്നു. ആരെ? തന്മാത്രകളെ. ഇമ്പോർട്ടൻ്റ് ആണ് മെറ്റാബോളിസത്തെ 2ആയിട്ട് തിരിക്കുന്ന കാര്യം. ഒരു സിമ്പിൾ ക്വസ്റ്റ്യനാണ്. മെറ്റാബോളിസത്തെ 2ആയിട്ട് തിരിച്ചു, അനാബോളിസം 1, മറ്റേ കളിയിലപ്പോൾ എന്തായിരിക്കും? കറ്റാബോളിസം അല്ലേ. അപ്പോൾ അനാബോളിസം എന്ന് പറഞ്ഞാൽ എന്താണ്? നിർമ്മാണ പ്രവർത്തനമാണ്. അപ്പോൾ അവിടെ നിർമ്മാണ പ്രവർത്തനം. അത് അപ്പുറത്തുള്ള എന്തായിരുന്നു? കറ്റാബോളിസം. അപ്പോൾ അവിടെ എന്താണ് ഉണ്ടായത്? പ്രോട്ടീൻ വിഘാടനം, വിഘടിപ്പിക്കുന്ന സ്വഭാവമല്ലേ ഉള്ളത്. അപ്പോൾ എഴുതൂ. അടുത്താണ് എൻസൈമുകളും ഹോർമോണുകളും എന്താണെന്നാണ് നമ്മളിനി പഠിക്കുന്നത്. ജീവികളിൽ ഓരോ നിമിഷവും നടക്കുന്ന അസംഖ്യം രാസപ്രവർത്തനങ്ങളുടെ വേഗത വർദ്ധിപ്പിക്കാൻ സഹായിക്കുന്ന തന്മാത്രകളാണ് എൻസൈമുകൾ. അപ്പോൾ ഒരു ജീവിയിൽ ഒരേ നിമിഷം എന്തൊക്കെ പ്രവർത്തനങ്ങളല്ലേ ശരീരത്തിൽ നടക്കുന്നത്. അപ്പോൾ ഈ ശരീരത്തിൽ നടക്കുന്ന ഓരോന്നിനും സഹായിക്കുന്ന ആൾക്കാരാണ് ഈ എൻസൈമുകൾ. ഓക്കെ, മിക്ക എൻസൈമുകളും ആരാണ്? പ്രോട്ടീനുകളാണ്. അപ്പം എൻസൈമുകൾ ഭൂരിഭാഗവും പ്രോട്ടീനുകളാണ്. ഉമിനീരിലെ സലൈവറി അമിലേസ്, ആമാശയത്തിലെ പെപ്ലിസ് എന്നിവ എൻസൈമുകൾക്ക് ഉദാഹരണങ്ങളാണ്. ജീവൽ പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കുകയും ഏകോപിപ്പിക്കുകയും ചെയ്യുന്ന രാസതന്മാത്രകളാണ് ഹോർമോണുകൾ. ജീവൽ പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കുകയും ഏകോപിപ്പിക്കുകയും ചെയ്യുന്നത്. അപ്പോൾ ജീവൽ പ്രവർത്തനങ്ങൾ നമ്മുടെ ജീവിതത്തിൽ നടക്കുന്ന ഓരോ പ്രവർത്തനങ്ങളിലും നമ്മുടെ ചില പ്രവർത്തനങ്ങൾ നമ്മൾ നിയന്ത്രിക്കും, ചിലയിൽ ഏകോപിപ്പിക്കും. ഇവരാണ് ഹോർമോണുകൾ. ഇവയെ ഉൽപ്പാദിപ്പിക്കുന്നത് വിവിധ എൻഡോക്രൈൻ ഗ്രന്ഥികളാണ്. ലൈംഗിക അവയവങ്ങളുടെ പ്രവർത്തനത്തെ നിയന്ത്രിക്കുന്ന ടെസ്റ്റോസ്റ്റിറോൺ, ഈസ്ട്രജൻ ടെസ്റ്റോസ്റ്റെറോൺ മെയിൽ ഹോർമോണാണ്, ഈസ്ട്രജൻ ഫീമെയിൽ ഹോർമോണാണ്. എന്നിവ ഇതിനുദാഹരണങ്ങളാണ്. അടുത്ത പഠിക്കാനുള്ള അമീബയെ പറ്റിയിട്ടാണ്. അപ്പം അമീബ എങ്ങനെയാണ്? ബാഹ്യ പരിസരമാണ്. അമീബയുടെ പ്രത്യേകത പറയുകയാണ്, അമീബ ഒരു
ഏകകോശ ജീവിയാണ്. ആകെ ഒരു സെല്ലേ ഉള്ളൂ. ബാഹ്യ പരിസരത്തു നിന്നും പദാർത്ഥങ്ങൾ കോശസ്തരത്തിനുള്ളിലൂടെ കോശദ്രവ്യത്തിനകത്തേക്ക് പ്രവേശിക്കുന്നു അല്ലേ. അടുത്തതാണ് നമ്മളെപ്പോലുള്ള ജന്തുക്കൾ. അവരെങ്ങനെയാണ്? കോശങ്ങൾക്കിടയിലെ ദ്രവം അല്ലേ, ബാഹ്യ പരിസ്ഥിതിയിൽ നിന്നും സ്വീകരിക്കുന്ന പദാർത്ഥങ്ങൾ ചില മാറ്റങ്ങൾക്ക് വിധേയവുമായി കോശങ്ങൾക്കിടയിൽ ദ്രവത്തിലേക്കെത്തുന്നു. അവിടെ നിന്നും കോശസ്തരത്തിലൂടെ കോശദ്രവ്യത്തിലേക്ക് പ്രവേശിക്കുന്നു. ഓക്കെ. അപ്പോൾ നമ്മളൊരു ഡൗട്ടാണ്, ബാഹ്യ പരിസ്ഥിതിയിൽ നിന്ന് പുറത്തുള്ള വസ്തുക്കൾ എങ്ങനെയാണ് ഈ സസ്യങ്ങളുടെ ഉള്ളിലേക്ക് എത്തുന്നത്? എങ്ങനെയാണ്? കോശഭിത്തിയിലൂടെ അല്ലേ. കോശഭിത്തി നിങ്ങൾക്കറിയാലോ, ഒരു സെൽ ഓർഗനാണ് കോശഭിത്തി, സെൽ വാൾ. അതിൻ്റെ ഉള്ളിൽ കൂടെ എങ്ങനെയാവും സാധനങ്ങളെത്തും. കൂടാതെ കോശങ്ങൾക്കിടയിലുള്ള സ്ഥലം, അപ്പോൾ കോശങ്ങൾക്ക് കുറേ തരത്തിലുള്ള സ്പേസ് ഉണ്ട്. ആ സ്പേസിൻ്റെ ഉള്ളിൽ കൂടെ പിന്നെയോ തൊട്ടടുത്തുള്ള കോശങ്ങളെ ബന്ധിപ്പിക്കുന്ന പ്ലാസ്മോഡെസ്മാറ്റ എന്ന കോശദ്രവപാതയിലൂടെ. ഓക്കെ. ഒരു കോശത്തിൽ നിന്നും മറ്റൊന്നിലേക്ക് പ്ലാസ്മ സ്തരത്തിലൂടെ എങ്ങനെയൊക്കെയാണ് ഉള്ള പഠിച്ചു വെക്കുക. വളരെ എളുപ്പമാണ്. നിങ്ങളത് ഈ ടെക്സ്റ്റ് ബുക്കൊക്കെ കണ്ടിട്ട് കുറച്ച് പേടിച്ചിട്ടാണ്, പക്ഷെ വളരെ എളുപ്പമുള്ളൊരു ടെസ്റ്റാണ്.